ഹലോ, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിധിക്ക് ഒരു ഇൻ്റർവ്യൂവിനായിട്ട് സുധീഷ് കാർലിങ്ങിനെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ തന്നെ ഹരീഷും നികേഷും ഒക്കെ ഇങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തെക്കുറിച്ചിട്ട് അപ്പോൾ കളിയാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സുധീഷിനോട് അവർ നിധിക്കുള്ള അടുപ്പം കാണുമ്പോൾ പല രീതിയിൽ നിധിയുടെ സ്നേഹത്തെക്കുറിച്ചിട്ട് സുധീഷ് ഓരോന്നൊക്കെ ഹരീഷിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. മറ്റേത് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര സംസാരമായിരുന്നല്ലോ. ഇതിപ്പോൾ ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് ഇതിങ്ങനെ വണ്ടി ഓടും. കുറേ സമയം കഴിഞ്ഞപ്പോൾ നിധിക്ക് തോന്നുന്നുണ്ട്, ഇതിപ്പോൾ എന്ത് പറ്റി സുധീഷിന് ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് തോന്നുന്നുണ്ട്. പിന്നീട് ചോദിക്കുകയാണ്, എന്താ സുധീഷെ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പം മിണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ്, ഞാൻ എന്തെങ്കിലും മിണ്ടിയാൽ തന്നെ നിങ്ങൾക്കൊക്കെ കുറ്റമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് മിണ്ടാതിരിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ തന്നെ ഞാൻ രാത്രി ഇച്ചിരി ലേറ്റായിട്ടാണല്ലോ ഡ്യൂട്ടി കഴിഞ്ഞ് സുധീഷ് വന്നത്, എന്തോ വലിയ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ നിധി കാത്തിരിക്കുകയും കഥ തുറന്നു വരികയൊക്കെ ചെയ്ത് സന്തോഷം തന്നെ. പക്ഷേ നിധിയോട് അന്നേരം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നോടുള്ള സ്നേഹം. അപ്പോൾ നിധി എന്താ പറഞ്ഞത്, ഇനി അച്ഛനും ഏട്ടനോട്ടൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ ഇനി അതുകൊണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കാണോയെന്ന് വെച്ചിട്ടാണ് പേടിച്ചത്. അപ്പോൾ തൻ്റെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും കാര്യം ആലോചിച്ചിട്ടാണ്, അവർക്ക് എന്തെങ്കിലും ഇനി പറ്റുമോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് തനിക്ക് വിഷമം, അപ്പോൾ എന്നോട് കാര്യമൊന്നും ഓർത്തിട്ടല്ലല്ലോ എന്ന് പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട്, സത്യം പറയാമല്ലോ സുധീഷ്, അതുകൊണ്ടൊന്നുമല്ല, അന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി, സുധീഷിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും വിഷമമോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണെന്നോ. ഇത് കേൾക്കുമ്പോൾ നിതീഷിന് സന്തോഷം. അവൾക്ക് മനസ്സിലിങ്ങനെ പറയുന്നു, അവൾക്കപ്പം എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ പുറമേ കാണിക്കേണ്ട എന്നുള്ള രീതിയിൽ പിന്നീട് ഒന്നും മിണ്ടാണ്ടെങ്കിൽ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ സുധീഷ് പഴയതുപോലെ അങ്ങ് ഭയങ്കരമായിട്ട് സംസാരം. ലാസ്റ്റ് നിധി പറയുന്നുണ്ട്, ഇനി മിണ്ടാതെ അങ്ങോട്ട് നോക്കിയിരുന്ന് വണ്ടി ഓട്ടിക്കാൻ വരെ പറയുന്നുണ്ട്. അതേ രീതിയിൽ അങ്ങ് കാര്യമൊക്കെ സന്തോഷമായി. പിന്നെ അങ്ങനെ നിധി ഓഫീസിലെത്തുമ്പോൾ അവിടെ ചെന്ന് റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഫസ്റ്റ് ചോദിക്കണം. അപ്പോൾ നിധി പറഞ്ഞു, അപ്പോയിൻമെൻറ്റ് ലെറ്ററോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ സമയത്ത് എത്താനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചുമ്മാതെ പറഞ്ഞു, ചെന്നോളം പറയാൻ കേട്ടോ, ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പോയി അവൻ്റെ ഓഫീസറോട് പറഞ്ഞിട്ട് നിധിയെ വിളിപ്പിക്കണം. അപ്പോൾ നിധി ചെന്ന് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിധി ടെൻഷൻ അടിച്ചിട്ടാണ്, പല ഇൻ്റർവ്യൂവിന് പോയിട്ടൊന്നും നടന്നില്ല, അവർ ഭയങ്കര ജാടയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പേടിച്ചിട്ടാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയതിന് ശേഷം ആ ഒരു ഓഫീസർ പറയുകയാണ്, ഗോൾഡ് മെഡലിസ്റ്റ് ആണല്ലേ, അപ്പോൾ ഇതിലൊന്നും അല്ല കാര്യം, നമ്മളെ പ്രവൃത്തിയിലാണ് ഇത് കാണിച്ചു കൊടുക്കുക. ഞങ്ങളുടെ ഒരു പുതിയ കമ്പനിയാണ്, ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് ആരംഭിച്ചതാണ്. അപ്പോൾ കൂടുതൽ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് ഫുൾ നമ്മളുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സേവനം, അതാണ് അവിടെ കഴിവ് തെളിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ യു ആർ അപ്പോയിൻറ്റഡ് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ചോദ്യം പറിച്ചില്ല, അങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചുമ്മാ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, ഞങ്ങളുടെ ഒരു പുതിയ കമ്പനിയാണ്, അപ്പോൾ അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ലാഭം തനിക്കും ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നിധി. അപ്പോൾ സുധീഷ് അവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. സാധാരണ നിധി പോയാൽ ഇത്തിരി താമസിക്കുമല്ലോ. പെട്ടെന്ന് തന്നെ വരുമ്പോൾ സുധീഷിക്കുന്ന എന്തായി, അപ്പോൾ എനിക്ക് ജോലി കിട്ടി, ഭയങ്കര സന്തോഷത്തിൽ പറയുകയാണ്. അങ്ങനെ അവർ യാത്ര തുടങ്ങുന്നു. അപ്പോൾ സുധീഷിക്ക് തനിക്ക് എത്ര ശമ്പളം, അപ്പോൾ ഇനി 20,000 രൂപ കിട്ടും. 20,000 അതേ ഉള്ളൂ, താൻ 10-15 ലക്ഷം രൂപ ഒക്കെ ചിലവാക്കിയാലേ പഠിച്ചത്, എന്നിട്ട് അതൊന്നുമല്ല, കയറുമ്പോൾ എല്ലായിടത്തും അത്രേ കിട്ടുള്ളൂ, ഞാനാണെങ്കിൽ ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെയാണ് പ്രതീക്ഷിച്ചതെന്നൊക്കെ സുധീഷ് പറയുകയാണ്. അങ്ങനെ കാര്യങ്ങൾ. ഇതിനിടയിലാണെങ്കിൽ നീതുവാണെങ്കിൽ ഹരീഷ് അങ്ങനെ കാണിക്കുന്നുണ്ട്, ഹരീഷിനെ കാണാനായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഹരീഷൊന്നും പെട്ടെന്ന് ഞാൻ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടാൻ ശ്രമിക്കുന്നുണ്ട്, മുഖത്ത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന അസിസ്റ്റൻസ് അവിടെ പിള്ളേർക്ക് മനസ്സിലാവും, ഇതാ സംഭവം എന്ന് പറയാണ്. അങ്ങനെ ഹരീഷിനെ പിടിച്ച് അവിടെ എടുത്തുകയാണ് കേട്ടോ. അപ്പം നീതു വന്നിട്ട് കാര്യങ്ങളൊക്കെ, നീ എന്താണ്, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നു, അപ്പോഴേ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിടായിരുന്നോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ശല്യം ചെയ്യില്ലല്ലോ, എൻ്റെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയും വിളിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ പറഞ്ഞ് സോൾവ് ആവുകയും കയ്യിലിരുന്നത് ടീറ്റോസോ അതെന്തോ അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നു, ഹരീഷിന് പിന്നെ എടുത്തോളാനൊക്കെ അങ്ങനെ ആ ഒരു സംഭവം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസായി അവർ തമ്മിലുള്ള പിണക്കളമൊക്കെ മാറി. ഇനി ഞാൻ ഇടയ്ക്ക് നിൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വിളിക്കും എന്നൊക്കെ പറയുകയാണ് നീതു. അങ്ങനെ അവിടെ ആ ഒരു കാര്യം പറഞ്ഞ് സോൾവ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഇതുപോലെ നിധി ഇങ്ങനെ സുധീഷിനോട് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് കയറിയിട്ട് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് കയറുന്നത്, അത് സുഭാഷ് ഏട്ടനാണല്ലോ എന്നെ ജോലിക്ക് പോകുന്ന ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട്, അപ്പോൾ അവിടെ ഏട്ടനെ കണ്ട് പറയട്ടെ,
ഇപ്പം മനസ്സിൽ സുധീഷ് കരുതുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ഒരു സുഭാഷ് ഏട്ടൻ, ഇങ്ങനെ ഒരു ഏട്ടനും അനിയത്തിയും എന്ന് പറയുന്നുണ്ട് കേട്ടോ മനസ്സിൽ. അങ്ങനെ നേരെ സുഭാഷിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ സുഭാഷ് അവിടെ എന്താ മോളെ പോയ കാര്യം എന്തായി, അത് സക്സസ് ആയി റെഡിയായെന്ന് പറയണം. അപ്പോൾ സുഭാഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ എന്നിട്ട് അവിടെ ആ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് അകത്തേറി നോക്കിയിട്ട്, സുഭാഷ് ഏട്ടാ ഈ ഒരു കിച്ചൺ ഇവിടെ ഓപ്പൺ കിച്ചൺ ആയാലും നല്ലതായിരിക്കും, നല്ല രസമായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ സുഭാഷ് പറയുന്നു, അതെ കണ്ടോ, ഒരു എഞ്ചിനീയർ വന്നപ്പോൾ അതിൻ്റെ മാറ്റം കണ്ടില്ലേ, അങ്ങനെ പല പല മാറ്റങ്ങളും, അത് നല്ലതായിരിക്കും, ഞാൻ ഓണറോട് ചോദിക്കട്ടെ മോളെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ സുഭാഷും ഒക്കെ നിൽക്കുന്ന അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിധിക്ക് ജോലിയായി, സുധീഷുമായിട്ടുള്ള കുറച്ച് മാനസികടുപ്പം, അങ്ങനെ ഓരോരോ നല്ല കാര്യങ്ങളും പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണേണ്ടി വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് കുഞ്ഞു ചാനലാണ്, പുതിയ ചാനലാണ്, ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മടിക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.